ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി ലൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ എക്കണോമിക്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്കണോമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, രണ്ട് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. അതായത് ഒരു ഇക്കോണമിയിൽ ചെറിയ യൂണിറ്റുകളെ പറ്റി പഠിക്കുന്നതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മാക്രോ എക്കണോമിക്സ്. ഒരു ഇക്കണോമിയെ മൊത്തത്തിൽ പഠിക്കുന്നതിന്, അഗ്രിഗേറ്റായി പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ നമുക്ക് ആദ്യം എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. The word economics has been derived from the Greek word oikonomia, which means household management. എക്കണോമിക്സ് എന്ന വേർഡ് ഒയ്ക്കോണമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് ആണ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇൻ ഏർലി ഡേയ്സ് എക്കണോമിക്സ് വാസ് നോൺ ആസ് പൊളിറ്റിക്കൽ ഇക്കോണമി. അതായത് പണ്ട് കാലങ്ങളിൽ എക്കണോമിക്സ് അറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ്. ആൽഫ്രഡ് മാർഷൽ for the first time used in the term economics instead of political economy. ആൽഫ്രഡ് മാർഷാളാണ് ആദ്യമായിട്ട് എക്കണോമിക്സ് എന്ന വേർഡിന് പകരം പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന വേർഡ് ഉപയോഗിച്ചത്. നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിസ്റ്റ് ആഡം സ്മിത്ത് ആണ്. ആരും മറക്കരുത്, ആഡം സ്മിത്ത് ആണ് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ്. It was the publication of Adam Smith's famous book An Enquiry into the Nature and Cause of the Wealth of Nation. ആഡം സ്മിത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാച്ചർ എന്നത്. ഈ ഒരു ബുക്കിൻ്റെ പബ്ലിഷ്മെൻറ്റിന് ശേഷമാണ് എക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിനായിട്ട് മാറിയത്. സിമ്പിൾ ഇക്കോണമി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ മനസ്സിലാക്കുക? ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഏജൻറ്റുകൾ നടത്തുന്ന പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡ്, കൺസെപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. എക്കണോമിക് ഏജൻറ്റുകൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആവാം, ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആവാം. ഇവരെല്ലാം എൻഗേജ് ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിലാണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എമംഗ് ദി ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. In the course of this basic economic activities, that every has to face a scarcity of resources, and is the scarcity of resources that gives rise to the problem of choice. The scarce resources of an economy have competing usages. In the word, every society has to decide on how to use its scarce resources. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, വിഭവങ്ങളുടെ ദൗർലഭ്യത എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. എന്താണ്? വിഭവങ്ങളുടെ ദൗർലഭ്യത. അതിനെയാണ് നമ്മൾ സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിലില്ലാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് ഹൗ ആർ ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. മൂന്നാമത്തതാണ് ഫോർ ഹൂം ആർ ദസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അതിലാദ്യത്തേതിൽ പറയുന്നത് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് തരം ഗുഡ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. അതെങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? കൂടുതൽ ഫുഡ് ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് വേണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് ഇതിനൊക്കെ മുൻഗണന കൊടുക്കണം. എത്ര അളവിൽ ഏതൊക്കെ പ്രൊഡ്യൂസാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ മുൻഗണന കൊടുക്കണം. ഇതാണ് ആദ്യത്തേതിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് ഹൗ ആർ ദസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്.
ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചും ക്യാപിറ്റൽ കുറച്ചും. രണ്ടാമത്തേത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ചും ലേബേഴ്സിനെ കുറച്ചും. ഏത് ടെക്നിക്ക് വെച്ചാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. 2 കാര്യങ്ങളുടെ ബേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ക്യാപിറ്റൽ ആൻഡ് ലേബറിൻ്റെയും അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പ്രൈസും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. മൂന്നാമത്തേതിൽ പറയുന്നതാണ് ഫോർ ഹൂം ആർ ദസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഒരു ഇക്കോണമിയിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഇൻകം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ, അതായത് ഒരു പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അവർക്കാണ് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ലാൻഡുകാർക്കൊക്കെ നമ്മൾ റിവാർഡായിട്ട് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ലേബേഴ്സിന് റിവാർഡായിട്ട് നമ്മൾ വേജസ് ആണ് കൊടുക്കുന്നത്. ക്യാപിറ്റലിന് റിവാർഡായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഓർഗനൈസേഷന് റിവാർഡായിട്ട് നമ്മൾ പ്രോഫിറ്റാണ് കൊടുക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ദ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇതിനെ നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നും പറയും. ഈ ഇക്കണോമിക് സിസ്റ്റത്തിൽ അവിടെ നടക്കുന്ന എല്ലാ പ്രൊഡക്ഷനും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലും ഓണർഷിപ്പിലുമാണ്. ഇവിടെ ഗവൺമെൻറ്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അവിടെ തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഇഷ്യൂസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇവിടെ ഗവൺമെൻറ്റാണ് ഗുഡ്സ് ആൻഡ് സർവീസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്തതാണ് മാർക്കറ്റ് ഇക്കോണമി. ഈ മാർക്കറ്റ് ഇക്കോണമിയെ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നും പറയാറുണ്ട്. ഈ ഇക്കോണമിയിൽ പറയുന്നത് പ്രൊഡക്ഷനും ഓണർഷിപ്പിനും അതുപോലെ തന്നെ കൺട്രോളും ചെയ്യുന്നതുമെല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പിന്നെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം ആയിരിക്കും. അടുത്തതാണ് എക്കണോമിക് അനാലിസിസ്. എക്കണോമിക് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 2 രീതിയിലാണ്. പോസിറ്റീവ് എക്കണോമിക്സ്, ഒന്ന് നോർമാറ്റീവ് എക്കണോമിക്സ്. ഈ പോസിറ്റീവിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണെന്നതിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഡീമെറിറ്റ്സോ മെറിറ്റ്സോ വിലയിരുത്താതെ നമ്മളത് വിശദീകരിക്കുന്നു. നോർമേറ്റീവിലാണെങ്കിൽ എന്തായിരിക്കണം എന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു പ്രവർത്തനത്തിൻ്റെ അഭിലഷണീയമാണോ അല്ലയോ എന്നതാണ് നമ്മളവിടെ വിലയിരുത്തുന്നത്. അടുത്ത ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഫേംസിന്, മാർക്കറ്റിനൊക്കെയാണ്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഒരു എക്കോണമീനെ മൊത്തത്തിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓവറോൾ പ്രൈസ് ലെവലിനെയാണ്. മൈക്രോ എക്കണോമിക്സിൽ എക്സാമിൻസ് ഡിമാൻഡ്, സപ്ലൈ ആൻഡ് മാർക്കറ്റ് ബിഹേവിയർ. നമ്മളവിടെ എക്സാമിൻ ചെയ്യുന്നത് ഡിമാൻഡ്, സപ്ലൈ അതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവിയറിനെയാണ്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് നാഷണൽ ഇൻകം അതുപോലെ തന്നെ GDP, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്തിനെയാണ്. പിന്നെ നമ്മൾ മൈക്രോയിൽ ഡീൽ ചെയ്യുന്നത് റിസോഴ്സസ് അലോക്കേഷൻ അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവലിനെയാണ്. മാക്രോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എക്കണോമിക്സ് പോളിസീസ് അഫക്റ്റിംഗ് ദി എൻറ്റയർ കൺട്രീനെയാണ്. പിന്നെ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ സ്കെയിലാണ്, മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിലുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ +2ൻ്റെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.